കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എന്താണ് വിശേഷം? എല്ലാവരും ഓക്കെ ആണല്ലോ? ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇവിടെയൊക്കെ സേഫാണ്, ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെയൊക്കെ സേഫാണ്, ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇല്ല, ഇന്നലെ ഒന്നും മഴയും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മള് 7ാം ക്ലാസ് കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8ാം ക്ലാസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാതി വഴിയിൽ ഒരു 7 ചാപ്റ്റർ വരെ ആക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിൽ ബാക്കി കൂടെ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്. ഇത് 9ാം ക്ലാസ്സിലേതാണ് കേട്ടോ. ഇത് 9ാം ക്ലാസ്സിലേതാണ്. അപ്പൊ തുടക്കം മുതലേ പറഞ്ഞുതരാം. ചിലർക്ക് ഇനി സംശയങ്ങളാവും, PSC ഫുള്ള് ഇതുമാതിരിത്തെ ചോദ്യങ്ങൾ മാത്രമായിരിക്കോ? അല്ല, ഞാൻ പറയുന്നത് നമ്മൾ കുറെ ആളുകൾ അവിടെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ PSC ടൈറ്റ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് അവർക്ക് മാക്സിമം ടൈറ്റ് ആക്കാൻ പറ്റിയ ചോദ്യങ്ങൾ എന്നുള്ളത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന്റെ ഏത് മേലോട്ട് പോകാൻ പറ്റും? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ കേട്ടോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെവലിലേക്ക് ടൈറ്റ് ആക്കി കഴിഞ്ഞാലും നമുക്ക് വിഷയമില്ല എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകളിൽ നിന്ന് ഈ ലെവലിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് സെലക്ട് ചെയ്ത് തരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യരുത്, അവിടെ ബാക്കിയുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചു പോയത് എന്നുള്ള ലെവലിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഈ ലെവൽ കൂടെ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെയോ നമ്മൾ പഠിച്ച ഒരു സിമ്പിൾ ഫാക്ട് ഈ ലെവലിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് തെറ്റുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാവും. അതായത് നമുക്ക് ഡയറക്റ്റ് ചോദ്യമാണെന്ത്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ലോക്സഭ രാജ്യസഭ തന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതും രാജ്യസഭ എന്നുള്ളത് എഴുതും. പക്ഷേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുടെ പ്രത്യേകത അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് കാണുമ്പോൾ നമുക്ക് എന്നിട്ട് ക്ലിക്ക് ആവുന്നില്ല. മനസ്സിലായോ? അപ്പോ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അറിയുന്ന ഫാക്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് തെറ്റുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പുതുതായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോളിൽ മാർക്കടിക്കലല്ല ലക്ഷ്യം. തന്നിരിക്കുന്ന സ്ലൈഡിലെ മുഴുവൻ ഫാക്ടുകളും ആ സ്ലൈഡ് കവർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. തന്നിരിക്കുന്ന സ്ലൈഡിലുള്ള 4 ഫാക്ടുകളും നമ്മൾ അത് കവർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. പോളിൽ ആരാണോ ഏറ്റവും കൂടുതൽ റേഞ്ച് സെൻസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്തിരിക്കുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത്, പോളിൽ ഏറ്റവും ടോപ്പിലെത്തുന്നത് കേട്ടോ. നമുക്ക് റേഞ്ച് ഇങ്ങനെ തൊട്ടാൽ അപ്പൊ തന്നെ അങ്ങോട്ട് കയറി പോകുന്ന സെൻസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്നവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ എത്ര ഫാസ്റ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, നമ്മുടെ റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആവണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എത്ര ആൻസർ ചെയ്തിട്ടും പോളിൽ വരുന്നില്ല എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല. ഇനിയോ രണ്ടാമത് പറയുന്നത്, വായിച്ചിട്ട് ഉത്തരം എഴുതുക. ഏതെങ്കിലും ഒരു ഉത്തരം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്, പോൾ യൂസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ കമന്റ് ചെയ്യാതിരിക്കുക, മാക്സിമം എന്തോ ഒഴിവാക്കുക, കമന്റ്സ് ഒഴിവാക്കുക. ഉത്തരം കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പിന്നെ അതിൽ കാര്യമില്ല. നമ്മൾ ഒരാൾക്ക് ഉത്തരം മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴായിരിക്കും ആരോ ഒരാൾ എന്ത് ചെയ്യുന്നത് സി ഓപ്ഷൻ ആൻസർ ആയിട്ട് ഇടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവനവന്റെ മനസ്സിൽ മാറ്റി വെച്ചിട്ട് നേരെ സി പോൾ ചെയ്യും. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ആരുടെ ഉത്തരമല്ല, അവനവന്റെ ഉത്തരമല്ല അവിടെ എന്ത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഇനി വരുന്നവരെന്ത് ചെയ്യട്ടെ, അങ്ങനെ വന്നോട്ടെ. ഓക്കെ, ചോദ്യം ചേരുംപടി ചേർക്കുക. ശാസ്ത്രം, ചരിത്രത്തിൽ, സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, 1001 രാവുകൾ, മൻസമൗസ. മുകളിൽ ചേർത്ത കോളത്തിന് ബാധകമായത് അടുത്ത കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഒന്ന് വിൽ ഡ്യൂറാൻഡ്, കങ്കൻ മൂസ, JD ബർണൽ, ബാഗ്ദാദ്. സമയമെടുത്തോ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ സമയമെടുത്തോ കുഴപ്പമില്ല. ഒറ്റ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഒരൊറ്റ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മതി. നമ്മൾ ആ ഒരു പേരിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അത് പഠിക്കുന്നത് തന്നെ അല്ലേ.
ദീവേഷ്, അജ്മൽ, ഹിഷു. ഓക്കെ, ഇവിടെ വിൽ ഡ്യൂറാന്റിനെയോ ജെ ഡി ബർണലിനെയോ നോർമൽ ഒരാൾക്ക് എന്ത് ചെയ്യില്ല, പരിചയം ഉണ്ടാവില്ല. വിൽ ഡ്യൂറാന്റിനെ പരിചയമില്ല, ജെ ഡി ബർണലിനെ പരിചയമില്ല. പക്ഷെ രണ്ട് കാര്യങ്ങളിലേക്ക്, ഒന്ന് സാധാരണക്കാരനാണെങ്കിൽ അയാൾക്ക് ഏറ്റവും പരിചയം 1001 രാവുകൾ എന്നുള്ളതായിരിക്കും. ആ 1001 രാവുകൾ എന്നുള്ള പരിചയമായിട്ട് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ അതിന് ബാഗ്ദാദ് എന്ന് കാണുമ്പോൾ സിക്ക് 4 ഉള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു നോർമൽ ഉദ്യോഗാർത്ഥി കയറുന്നത്. അവിടെ സി 4 കിടക്കുന്ന എത്ര 3 അപ്പൊ അവിടെ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, തീരുമാനമാവില്ല. എന്നാൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ അവിടെ കങ്കൻ മൂസ, സമൂസ എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അവിടെ ഒന്ന് വായിച്ചൊരു ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൻസ മൗസ, കങ്കൻ മൂസ എന്നുള്ളത് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഡിക്ക് 2 എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ ഒന്നേ ഉള്ളൂ, അവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. എക്ക് 3 എന്ന് പറയുന്നത് ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകം ആരുടേതാണ്? ശാസ്ത്രം ചരിത്രത്തിൽ എന്ന പുസ്തകം ജെ ഡി ബർണലിന്റെ പുസ്തകമാണ്. ശാസ്ത്രം ചരിത്രത്തിൽ എന്നുള്ളത് ജെ ഡി ബർണലിന്റേതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. പിന്നെയോ ബി സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, അത് ആരുടേതാണ്? വിൽ ഡ്യൂറാന്റിന്റെ പുസ്തകമാണ്. വിൽ ഡ്യൂറാന്റിന്റെ പുസ്തകമാണ് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. 1001 രാവുകൾ ഏതിന്റെ കഥ പറയുന്നത്? ബാഗ്ദാദിന്റെ കഥ പറയുന്നത്. മൻസ മൗസ, കങ്കൻ മൂസ, പിന്നെ നമ്മൾ ഗ്രേറ്റ് മോസ്ക് പണിതത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയാറുണ്ട് അല്ലെ. ആഫ്രിക്കയിൽ കങ്കൻ മൂസ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചാപ്റ്ററിൽ ചെയ്യുന്നുണ്ട്, നമ്മളവിടെ പറയുന്നത്. അപ്പൊ ആ 4 ഫാക്ട് ഓർമ്മയുണ്ടല്ലോ. മൻസ മൗസ എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹം കേട്ടോ. മൻസ മൗസ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്, സ്വർണം ഒക്കെ ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് കങ്കൻ മൂസ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ 4 ഓർത്തിരിക്കുമല്ലോ. ശാസ്ത്രം ചരിത്രത്തിൽ ജെ ഡി ബർണലിന്റെ പുസ്തകം സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ, വിൽ ഡ്യൂറാന്റ് 1001 രാവുകൾ, ബാഗ്ദാദിലെ കഥ പറയുന്നു, മൻസ മൗസ, കങ്കൻ മൂസ കേട്ടോ. അപ്പൊ അടുത്തിലോട്ട് പോവാം. അപ്പൊ ആദ്യത്തെ തന്നെ ബാഗ്ദാദുമായിട്ട് തീരുമാനമായി അല്ലെ. ഒരു ബാഗ്ദാദുമായിട്ട് അങ്ങോട്ട് ഓപ്ഷനിലേക്ക് ചേർന്നതാണ്. അവിടെയാണെങ്കിൽ ആ ഒരെണ്ണത്തിലും കൂടെ അതങ്ങോട്ട് 4 ആക്കിയിരുന്നെങ്കിൽ എല്ലാം 4 ആക്കായിരുന്നു. അപ്പൊ ആൻസർ സി ആണ്. ആൻസർ സി. അപ്പൊ അടുത്തിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? പാരീസ് സീൻ, ലണ്ടൻ തെംസ്, റോം ടൈബർ, മോസ്കോ ഡാന്യൂബ്. ഉത്തരം കമന്റ് ചെയ്യരുത് കേട്ടോ, ഉത്തരം കമന്റ് ചെയ്യരുത്. ഇതെന്ത് കഷ്ടമാണ്. കഴിഞ്ഞ വിയോന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. കഴിഞ്ഞ വിയോന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമല്ലത്. വിയോന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. ആ ടേബിൾ അതേപടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കിടപ്പുണ്ട്. ദീവേഷ്, സന്ദീപ്, അജ്മൽ. ഇവിടെ തെറ്റായ ജോഡി ഏതാ? മോസ്കോ. മോസ്കോ ഏത് നദീതീരത്താ? മോസ്കോ ഏത് നദീതീരത്താ? ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അവിടെ പാരീസ് സീൻ എന്നുള്ളത് കറക്റ്റ് ആണ്. പിന്നെയോ ലണ്ടൻ തെംസ്, അതും കറക്റ്റ് ആണ്. റോം ടൈബർ, റോം വിയന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ടൈബർ ആണ്. മോസ്കോ എന്ന് പറയുന്നത് മോസ്കോ നദിയുടെ തീരെ തന്നെയാണ് കേട്ടോ. മോസ്കോ നദിയുടെ തീരെ തന്നെയാണ് ഇത് മോസ്കോ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ ഏത് മാത്രമേ അവിടെ തെറ്റുള്ളൂ? മോസ്കോ മാത്രമേ അവിടെ തെറ്റുള്ളൂ കേട്ടോ. വിയന്ന ഡാന്യൂബ് നദിയുണ്ട്. വിയന്ന ഡാന്യൂബ് നദിയാണേ. ഞാനവിടെ ടൈബർ മാറി പറഞ്ഞാണേ കേട്ടോ. വിയന്ന മോസ്കോവ എന്നാണ് ഫുൾ നെയിം. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് പറയും? വിയന്ന ഡാന്യൂബ് നദിക്കരയിൽ കേട്ടോ. വിയന്ന. മോസ്കോ മോസ്കോവ എന്ന് തന്നെ എന്ത് ചെയ്യാം കേട്ടോ. മോസ്കോ എന്ത് ചെയ്യാറില്ല, അങ്ങനെ ചോദിക്കാറില്ല. മോസ്കോ മോസ്കോവ നദിക്കരയിൽ എന്നുള്ളത് മാത്രമേ അവിടെ നോർമൽ ആയിട്ട് എന്ത് ചെയ്യാറുള്ളൂ, പറയാറുള്ളൂ. അപ്പൊ പാരീസ് സീൻ, ലണ്ടൻ തെംസ്, റോം ടൈബർ, മോസ്കോ മോസ്കോവ. ഇവിടെ നമ്മൾ ഡാന്യൂബിന് നമ്മൾ അവിടെ പറഞ്ഞാണ് ഇത് വിയന്ന നദിക്കരയിൽ കേട്ടോ. വോയിസ് കറക്റ്റ് അല്ലേ? വോയിസ് വീഡിയോ കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്തേക്ക് പോവാം. വോൾഗ റഷ്യയിലൂടെ ഒഴുകുന്ന നദി തന്നെയാണ്. പക്ഷെ നമുക്ക് അവിടെ എന്താണ്, മോസ്കോ എന്ന പട്ടണം അവിടെ പ്രോപ്പർ ആയിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മോസ്കോവ റിവർ ആണ് കേട്ടോ.
നമ്മൾ വോൾഗ അല്ലാതെ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. കാംബ്രിഡ്ജ് സർവകലാശാല ഇംഗ്ലണ്ട്, ബൊളോണ സർവകലാശാല ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, തുർക്കി. ഇതെന്ത് കഷ്ടാണ്, നിങ്ങൾ SCRT പുസ്തകം കാണാത്തവരാണ്. പോലെ ദാനധർമ്മത്തിന് ഇറങ്ങിയ പോലെയാണ്. 4 ഓപ്ഷൻ ഒരുപോലെ. ദീപേഷ്, അജ്മൽ, സന്ദീപ്. നിങ്ങൾക്ക് ആകെ കഴിഞ്ഞ ദിവസം പറഞ്ഞു തരാത്ത ഒരേ ഒരു രാജ്യമല്ലേ ഉള്ളൂ മെയിൻ ആയിട്ട് നമുക്ക് അവിടെ. ഇവിടെ ഇറ്റലിയാണ്, ബൊളോണ അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞു തരാത്ത ഒന്നാണ് ഇത്, ബൊളോണ ഇറ്റലി എന്നുള്ളത്. ബൊളോണ ഇറ്റലി. അവിടെ സ്പെയിൻ ഏതാ? സ്പെയിൻ ഏതാ? സ്പെയിൻ കോർദോവ. സ്പെയിൻ കോർദോവ. ഫ്രാൻസ്, ഫ്രാൻസ് ടുലോസ്. ഫ്രാൻസ് ടുലോസ്. തുർക്കി, തുർക്കി, തുർക്കി. തുർക്കിയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ മാത്രമേ ഓർത്തിരിക്കാനുള്ളൂ കേട്ടോ. കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്കത് പഠിക്കാനൊന്നുമില്ല. കോൺസ്റ്റാന്റിനോപ്പിൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പഠിക്കാനൊന്നുമില്ല. നമുക്ക് ആൾറെഡി എന്ത് ചെയ്യാം, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇസ്താംബുൾ, ഹാഗിയ, സോഫിയ, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ കേട്ടോ. അവിടെ യൂണിവേഴ്സിറ്റിയുടെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, സെപ്പറേറ്റ് വേറെ പഠിക്കാനൊന്നുമില്ല കേട്ടോ. സെപ്പറേറ്റ് വേറെ എന്ത് ചെയ്യാനില്ല, അവിടെ പഠിക്കാനൊന്നുമില്ല. അപ്പൊ ഇറ്റലി ബൊളോണ സർവകലാശാല, സ്പെയിൻ കോർദോവ, ടുലോസ്, ഫ്രാൻസ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലേ, അത് വേറെ വരുന്നുണ്ട് കേട്ടോ. ഇത് കാലഘട്ടം മാറുമ്പോഴത്തേക്കും പുതിയ യൂണിവേഴ്സിറ്റികൾ വരില്ലേ. നമ്മൾ പാതുവ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാതുവയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ ആ 4 എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. ഇറ്റലി, ബൊളോണ, സ്പെയിൻ കോർദോവ, ഫ്രാൻസ് ടുലോസ്. തുർക്കിയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്, നമുക്കത് ആവശ്യമില്ല, യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമില്ല. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബുൾ എന്നുള്ള പുതിയ പേര് ഓർത്തിരിക്കുക. ഹാഗിയ, സോഫിയ എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. നമ്മൾ നോർമലി ബോൾ ഇട്ടോ എന്നൊക്കെ പറയാറില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് ബോൾ ഇട്ട് കളിക്കുമ്പോഴേ ബോൾ ഇട്ടോ എന്നൊക്കെ പറയാറില്ലേ. ബൊളോണ ഇറ്റലി എന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യാം, ഒന്നുകിൽ അവിടെ തന്നെ ഓർത്തിരിക്കുക. സ്പെയിൻ ആൾറെഡി നമ്മൾ എന്ത് ചെയ്താ പറഞ്ഞതാണ് കേട്ടോ. അത് ഇങ്ങോട്ടേക്കാണെങ്കിൽ മലബാർ സൈഡിലേക്കാണെങ്കിൽ ആ ബോൾ ഇട്ടോളി എന്ന് പറയാം. നമ്മൾ നോർമൽ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ബോൾ ഇട്ടോ എന്ന് പറയും. പക്ഷെ ഇങ്ങോട്ടേക്ക് മലബാറിലേക്കാണെങ്കിൽ അത് കറക്റ്റ് ആയി ബോൾ ഇട്ടോളി എന്ന് പറയാം കേട്ടോ. ഈ ഇറ്റോളി എന്നുള്ളതിൽ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ, നമ്മൾ കറണ്ട് അഫേഴ്സിൽ പഠിക്കുന്നുണ്ട്. കറണ്ട് അഫേഴ്സിൽ പഠിക്കുന്നുണ്ട് എന്താ, കാലാവസ്ഥാ വ്യതിയാനം സിലബസിൽ ഉൾപ്പെടുത്തിയ രാജ്യം എന്ന് പറഞ്ഞിട്ട്. കാലാവസ്ഥാ വ്യതിയാനം സിലബസിൽ ഉൾപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത് അതാരാണ്? ഇറ്റലിയാണ്. കാലാവസ്ഥാ വ്യതിയാനം സ്കൂൾ സിലബസിലേക്ക് എന്ത് ചെയ്തു, ഇട്ടുകൊടുത്തത്. അപ്പൊ നമ്മളെ കുട്ടികളോട് ചോദിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്താ പറയുള്ളൂ, ഇട്ടോളി എന്നേ പറയുള്ളൂ. കാരണം ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് എന്തിനാ പഠിക്കാതിരിക്കുന്നത്. അപ്പൊ ആ ലെവലിൽ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം, കാലാവസ്ഥാ വ്യതിയാനം ഇറ്റലിയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. അപ്പൊ നമ്മളെ കുട്ടികൾ അതിലും വലിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ എന്ന് ചോദിച്ചാലും അവരെന്തേ പറയുള്ളൂ, ഇട്ടോളി എന്നേ പറയുള്ളൂ. ഇനിയിപ്പോ അത് മാത്രമായിട്ട് എന്ത് ചെയ്യാതിരിക്കണ്ട, പഠിക്കാതിരിക്കണ്ട എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? കരോലിജിയൻ ശൈലി, ഷാലമിൻ, ഷോഗണുകൾ, ചൈന, പ്ലേറ്റോണിക് അക്കാഡമി, ലൂയി 9 സാൻഡ്രനിറ്റ മഡോണ, സെന്നിഡി പെപ്പോ. ഇതൊറ്റ കാര്യം കിട്ടിയാൽ മതി കേട്ടോ. ഇതൊറ്റ കാര്യം കിട്ടിയാൽ മതി അവിടെ. അത് മാത്രമേ ആകെ പഠിക്കുള്ളൂ, ബാക്കിയൊന്നും പഠിക്കൂല.
അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആകെ പഠിക്കുന്നുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ എന്ത് ചെയ്യൂല. പിന്നെ ഒരു ഓർമ്മ കരോളീജിയൻ എന്നുള്ളത് ശാലമിൻ ചക്രവർത്തി എന്നുള്ള ലെവലിൽ അവിടെ ഓർമ്മയുണ്ടാവും. പിന്നെ സന്ദീപ്, അരവിന്ദ്, നൗഫൽ. ഇവിടെ ഷോഗണുകൾ എന്ന് പറയുന്നത് എവിടുത്തെ ചക്രവർത്തിമാരാ, എവിടുത്തെ ഭരണാധികാരിയാ? ജപ്പാനാണ്. അത് മാത്രമേ അവിടെ ഉള്ളൂ. ജപ്പാനാണ് ഷോഗണുകൾ എന്ന് പറയുന്ന ഭരണാധികാരി കേട്ടോ. ഷോഗണുകൾ എന്ന് പറയുന്നത് ജപ്പാനിലെ ഭരണാധികാരികൾ. ശാലമിൻ നമ്മൾ കരോലീജിയൻ ശൈലി, കരോലീജിയൻ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പ്ലേറ്റോണിക് അക്കാഡമി ലൂയി 9 കാലത്ത് നിർമ്മിച്ചത്. സാൻഡ്രിനിറ്റി മഡോണ എന്ന വർക്ക് ആരുടേതാണ്? സെന്നിഡി പെപ്പോ കേട്ടോ. സെന്നിഡി പെപ്പോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ ചക്രവർത്തിമാരുടെ കാലത്തുള്ള സംഭാവനകളാണ്. നമുക്ക് മെയിൻ ആയിട്ട് സംഭാവനകൾ എന്ത് ചെയ്യാൻ അവിടെ പഠിക്കാനുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്തോ സംഭവമാണ് തോന്നും കേട്ടോ. ഇതൊക്കെ എന്തോ സംഭവമാണ് എന്നുള്ള ലെവലിൽ തോന്നും. നേരെ മറിച്ച് നിങ്ങൾ ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാൻഡ്രിനിറ്റി മഡോണ, പ്ലേറ്റോണിക് അക്കാഡമി ഇതൊന്നും നമുക്ക് അത്രത്തോളം ആവശ്യമില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഷോഗണുകളും ആവശ്യമാണ്, കരോലീജിയനും ആവശ്യമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് 9ാം ക്ലാസ്സിലെ കേട്ടോ. 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ, ഒരു വലിയ ചാപ്റ്റർ അല്ലേ, ബൈസന്റൈൻ സാമ്രാജ്യം, കരോലീജിയൻ ചക്രവർത്തി, തപാൽ സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ലായിരുന്നോ? മറ്റേ കൊറിയർ സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചില്ലായിരുന്നോ? ചെങ്കിസ് ഖാൻ കൊറിയർ സംവിധാനം, ജസ്റ്റീനിയൻ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് നോക്കാനുണ്ട് കേട്ടോ. ആ ഒരു ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് നോക്കാനുണ്ട്. അപ്പൊ എന്താ സംഭവം അറിയോ? കരോലീജിയൻ ശൈലി ആരുടേതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശാലമിൻ ചക്രവർത്തിയുടേതാണ്. അത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ഷോഗണുകൾ എവിടുത്തെ ഭരണാധികാരികളാ? ജപ്പാനിലെ ഭരണാധികാരികളാ. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. നമുക്ക് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ കിട്ടും. പക്ഷേ നമുക്ക് അറിയാത്ത 2 ഫാക്റ്റും കൂടെ ചേർത്ത് ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ കൊടുത്താൽ ഈ കരോലീജിയനും ഈ ഷോഗണും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിൽ ആൻസർ ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? നമുക്ക് അറിയുന്ന ഫാക്ട് തന്നെ മതി അവിടെ. നമുക്ക് ഈ പറയുന്ന 2 ഫാക്ട് നമ്മൾ പഠിക്കുന്നുള്ളൂ, കരോലീജിയനും ഷോഗണും. പക്ഷെ ഈ 2 ഫാക്ട് അറിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നാൽ ആൻസർ കിട്ടും. നിങ്ങൾക്ക് പ്ലേറ്റോണിക് അക്കാഡമി അറിയണ്ട, സാൻഡ്രിനിറ്റി മഡോണ അറിയണ്ട, CD കിട്ടണ്ട. നിങ്ങൾക്ക് ഈ 2 അവിടെ മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഉത്തരം തീരുമാനമാവും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് 2 നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം, അവിടെ പഠിച്ചിരിക്കണം. വെറും മഡോണയാണെങ്കിൽ അത് റാഫേലിന്റെയാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഏതൻസിലെ വിദ്യാലയത്തിൽ മഡോണ, റാഫേൽ, ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മാർക്കരുത്. നെക്സ്റ്റ്, ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. ക്ലോക്കുകൾ ചൈനക്കാർ, ബീജഗണിതം റോമക്കാർ, ജാപ്പനീസ്, ബ്രിട്ടീഷുകാർ, അറബികൾ. ഓപ്ഷൻ കമന്റ് ചെയ്യരുത്, പോൾ യൂസ് ചെയ്യാം കേട്ടോ. പോൾ യൂസ് ചെയ്യാം. ഇതൊക്കെ നോർമൽ എന്ത് ചെയ്യുന്ന അത് തന്നെ കേട്ടോ. ഇതൊക്കെ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നതാ, 100 അടിക്കേണ്ടിയിരുന്നില്ല. 80 കിട്ടിയാൽ തന്നെ നമുക്ക് ഇന്നത്തെ കാര്യം രക്ഷപ്പെടാം. സന്ദീപ്, അരവിന്ദ്, നൗഫൽ. ഓക്കെ. ഇപ്പൊ ക്ലോക്കുകൾ ആരുടെ സംഭാവനയാണ്? ചൈനക്കാരുടെ സംഭാവനയാണ്. ബീജഗണിതം ആരുടെയാ? അറബികളുടേതാണ്. ബീജഗണിതം ആരുടെ സംഭാവനയാ? അറബികളുടേതാണ്. റോമക്കാരുടെ സംഭാവനയാണ് ഇത് റിപ്പബ്ലിക് എന്ന ആശയം. റോമക്കാരുടെ സംഭാവനയാണ് റിപ്പബ്ലിക് എന്ന ആശയം കേട്ടോ. റിപ്പബ്ലിക് എന്ന ആശയം ആരുടേതാണ്? റോമക്കാരുടേതാണ്. എന്നാൽ അവിടെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യം അവിടെ ഓർത്തിരിക്കണം, എന്ത്? റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് റോമക്കാരാണ്. റോമൻ റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീക്ക് സംസ്കാരം, റോമ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പഠിക്കുന്നത്. അപ്പോ റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് റോമക്കാരാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന പുസ്തകം ആരുടേതാണ്? റിപ്പബ്ലിക് എന്ന പുസ്തകം ആരുടേതാണ്? പ്ലേറ്റോയുടേതാണ് കേട്ടോ. ഈ 3 എന്ത് ചെയ്യണം നമുക്ക് അവിടെ ഓർത്തിരിക്കാനുള്ളതാണ്. പ്ലേറ്റോയുടെ പുസ്തകമാണ് ഇത്.
റിപ്പബ്ലിക് എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. അപ്പൊ അത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മെയിൻ ആയിട്ട് അവിടെ ഓർത്തിരിക്കാനുള്ളത്. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിരോധന നിയമം, നെഹ്റു റിപ്പോർട്ട്, പുത്തൻ സാമ്പത്തിക നയം, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, 1991, 1952, 1955, 1928. നിങ്ങൾ സമയത്തിന് എഴുതി നോക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അല്ല പിന്നെ അറിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. 2 എണ്ണം അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, അവിടെ ആൻസർ കിട്ടും. പിന്നെ ലാസ്റ്റിൽ ഒരെണ്ണം മാത്രം നോക്കിക്കഴിഞ്ഞാലും അവിടെ ആൻസർ കിട്ടും. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നുള്ളത് മാത്രം നോക്കുമ്പോഴത്തേക്കിനെ ചിലർക്ക് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. സന്ദീപ് അരവിന്ദ് നൗഫൽ. ഓക്കെ, അവിടെ എന്താണ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ 1952 നേരെ നോക്കി, ഡിക്ക് 2 വരുന്ന ഒന്നേ ഉള്ളൂ. ഇനിയോ നെഹ്റു റിപ്പോർട്ടാണ് അറിയുന്നതെന്ന് വിചാരിക്കാം. നെഹ്റു റിപ്പോർട്ട് ബിക്ക് 4, ബിക്ക് 4 എന്ന് വരുന്നത് 2 എണ്ണം ഉണ്ട് അവിടെ അല്ലെ. അപ്പോ അവിടെയും ഇത് വരുന്നത് സി ആണ്. പിന്നെയോ തൊട്ടുകൂടായ്മ നിരോധന നിയമം, അത് നോർമൽ ഒരാൾ എന്ത് ചെയ്യാറില്ല, കാണാപാഠം പഠിക്കാറില്ല. അൺടച്ചബിലിറ്റി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാറില്ല, നോർമൽ ഒരാൾ അങ്ങനെ കാണാപാഠം പഠിക്കാറില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഏതിന് കൂടെ കൂട്ടി പഠിച്ചാൽ മതി, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് കേട്ടോ. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് നമ്മുടെ എന്തുമായിട്ട് ഓർത്തിരിക്കാത്, ഇന്ത്യൻ പൗരത്വ നിയമം അല്ലെ. ഇന്ത്യൻ പൗരത്വ നിയമം എന്ന് പറയുന്നത് ആ ഒരു നിയമത്തിലേക്ക് നമുക്ക് ഏത് ചേർക്കാൻ പറ്റും, തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നുള്ളത്. സി പുത്തൻ സാമ്പത്തിക നയം 1. സി 1 എന്നുള്ളത് അറിയുന്നവർ നേരെ കയറിയിട്ടുണ്ടെങ്കിൽ കയറിയ സ്പീഡിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങും അല്ലെ. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയം എന്ന് വെച്ചിട്ട് ഒരാള് മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആക്കാൻ കയറി കഴിഞ്ഞാൽ കയറിയ അതേ സ്പീഡിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്, സി ആണ്. എനിക്ക് നമ്മളെ പൗരത്വ നിയമം ഉണ്ടല്ലോ, പൗരത്വ നിയമം എന്ന് പറയുന്നത് ഏതിലാ, പാർട്ട് 2-ലാണ് അല്ലെ. ഈ പാർട്ട് 2 എന്നുള്ളത് നമുക്ക് പലപ്പോഴും എന്താണ്, ആർട്ടിക്കിൾ ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ്. 5 മുതൽ പിന്നെ ആ പാർട്ട് 2 ഇങ്ങോട്ടേക്ക് അതേപോലെ ഇറക്കിയാൽ മതി അല്ലെ. ഈ പാർട്ട് 2 എന്നുള്ളത് തന്നെയല്ലേ ശരിക്കും ഇത്, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്നാണല്ലോ. ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഇറക്കിയാൽ മതി. ഇനിയോ ഇതിന്റെ വർഷം ഓർത്തിരിക്കാനാണെങ്കിലോ ഇത് നേരെ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. 5 × 11 55. എല്ലാം പൗരത്വവുമായി ബന്ധപ്പെട്ടത് അതിൽ തന്നെ ഉണ്ട്, പൗരത്വവുമായി ബന്ധപ്പെട്ടത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 1955. അപ്പൊ ആദ്യത്തെ പൗരത്വ നിയമം 55-ലാണ്, രണ്ടാമത്തെ പൗരത്വ നിയമം 19-ലാണ്. അതും അതിൽ തന്നെ ഉണ്ട് കേട്ടോ, അതും അതിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ ഇന്ത്യൻ പൗരത്വ നിയമം എന്ന് പറയുന്നത് 1955. രണ്ടാമത് നമ്മൾ ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം CAA എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എപ്പോഴാണ് പാസ്സാക്കുന്നത്, 19-ലാണ്. അപ്പൊ പിന്നെ ആ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി അല്ലെ. നിലവിൽ വരുന്നത് 2020 ജനുവരി 10-നാണ് എങ്കിൽ പോലും നിയമം എപ്പോഴാണ്, നിയമം 19-ലാണ്. ഒരൊറ്റ കാര്യം പഠിക്കുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട്. സൗണ്ടിന്റെ എക്കോ ഒക്കെ അവനവന്റെ റേഞ്ചിന്റെ പ്രോബ്ലം ആണ് കേട്ടോ, ബാക്കിയുള്ളവർക്കൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ അവിടെ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955, അത് നമ്മൾ പൗരത്വ നിയമവുമായി ചേർത്തു. നെഹ്റു റിപ്പോർട്ട് 1928. എന്നാ ഒരു ചോദ്യം ചോദിക്കട്ടെ, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ? ഇനി അവിടെ കൺഫ്യൂഷൻ വേണ്ട, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ? മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് മോത്തിലാൽ നെഹ്റു ആണ്. തുടക്കക്കാർക്ക് പരീക്ഷ ഹാളിൽ നിന്ന് തോന്നും മോത്തിലാൽ നെഹ്റു ഉണ്ട് ഓപ്ഷനിൽ, ജവഹർലാൽ നെഹ്റു ഉണ്ട് ഓപ്ഷനിൽ. തമ്മിൽ ഭേദം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണല്ലോ, മറ്റേയാൾ വെറും പിതാവാണെന്നേ ഉള്ളൂ, ഒന്നിനും പറ്റൂല എന്നൊക്കെ എന്ത് ചെയ്യും, പരീക്ഷ ഹാളിൽ നമുക്ക് തോന്നും കേട്ടോ. അപ്പൊ അവിടെ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ, മോത്തിലാൽ നെഹ്റു ആണ് എന്ന് പ്രത്യേകം എന്ത് ചെയ്തോണം, അവിടെ ഓർത്തിരുന്നോ കേട്ടോ. പിന്നെ പുത്തൻ സാമ്പത്തിക നയം 1991. CSO ഇയർ 51. ഇതിൽ ബന്ധപ്പെട്ടതല്ലല്ലോ അത് കേട്ടോ.
പുത്തൻ സാമ്പത്തിക നയം 91. ചോദ്യം, പുത്തൻ സാമ്പത്തിക നയം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇപ്പൊ ശരിയാക്കി തരാം. 7, 8, 9. ഇനിയുണ്ടോ? PSC ആവുമ്പോൾ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. 7, 8, 9. 10. അതും കൂടെ 10ാമതില്ല. നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. 7, 8, 9. 4ാമത്തെ ഓപ്ഷൻ എന്തുണ്ടാവുള്ളൂ? നൺ ഓഫ് ദീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പീരീഡിൽ എന്തില്ല? എന്തൊക്കെ പഠിച്ചാലും പിന്നെ അങ്ങനെ പോവാണ്. 90 to 92 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ഉണ്ടോ? 90 to 92 കാലയളവിൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ഉണ്ടോ? ഇല്ല. പിന്നെ ഇവിടുന്ന് 7, 8, 9 എന്നൊക്കെ കിട്ടിയത്. അവിടെ എന്താണ്? ഇന്ത്യയിൽ ഈ കാലയളവ് എന്ന് പറയുന്നത് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നതൊക്കെ ഈ ഒരു പീരീഡിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ആനുവൽ പ്ലാൻസ് ആണ്, വാർഷിക പദ്ധതികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നടപ്പിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളതാണ് എന്ത്? 90 to 92 എന്ന് പറയുന്നത് ആനുവൽ പ്ലാൻസിന് ഫേമസ് ആണ്. 78 to 80 ആണെങ്കിൽ അത് എന്തിനു ഫേമസ് ആണ്? റോളിംഗ് പ്ലാനിന് ഫേമസ് ആണ്. 66 to 69 ആണെങ്കിൽ അവിടെ പ്ലാൻ ഹോളിഡേക്ക് ഫേമസ് ആണ് കേട്ടോ. 66 to 69 പ്ലാൻ ഹോളിഡേ, 78 to 80 റോളിംഗ് പ്ലാൻ, 90 to 92 വാർഷിക പദ്ധതി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെന്താ വാർഷിക പദ്ധതി അല്ലേ? ഇത് മൂന്നും വാർഷിക പദ്ധതിയാണ്. 66 to 69 വാർഷിക പദ്ധതിയാണ്, 90 to 92 വാർഷിക പദ്ധതിയാണ്, 78 to 80 വാർഷിക പദ്ധതിയാണ്. മൂന്നും വാർഷിക പദ്ധതിയാണ്. പക്ഷെ PSCയുടെ ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. വാർഷിക പദ്ധതി നടപ്പിലാക്കിയത് 90 to 92, ഹോളിഡേ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 66 to 69, റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 78 to 80. അത് മൂന്ന് ചോദ്യങ്ങളാണ് കേട്ടോ. മൂന്ന് ചോദ്യങ്ങളാണ്. എന്നാൽ മറു സൈഡ് വായിച്ചു നോക്കുമ്പോൾ മൂന്നും എന്താ? മൂന്നും വാർഷിക പദ്ധതികളാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ചോദിച്ചാണ്, 2019 ചോദിച്ചാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന വാർഷിക പദ്ധതി ഏത് ഗ്യാപ്പിലാണ്? 90 to 92 ആൻസർ കൊടുത്തത്. പുത്തൻ സാമ്പത്തിക നയം 91. ഇനി എഴുതോ? 7, 8, 9 എന്നൊക്കെ പഞ്ചവത്സര പദ്ധതി കൊണ്ട് എഴുതോ? ഇല്ലല്ലോ. ആ സമയത്ത് എന്തില്ല? പഞ്ചവത്സര പദ്ധതി ഇല്ല കേട്ടോ. ആ സമയത്ത് പഞ്ചവത്സര പദ്ധതി ഇല്ല. എന്നാലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കും. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 52ലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പഠിക്കുന്നതാണ്. ഇനി ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. സമ്മ തിയോളജി, തോമസ് അക്വിനാസ്. സിറ്റി ഓഫ് ഗോഡ്, സെന്റ് അഗസ്റ്റിൻ, പീറ്റർ അബിലാഡ്, റോജർ ബേക്കൺ, ജിയോവാനി സെറാറി. ഇന്നിപ്പോ പോള് എൺപതൊന്നും കാണൂലേ? ഇന്ന് 50ആണ് ഇന്ന് ടോപ്പിൽ നിന്ന് കണക്കാക്കേണ്ടി വരും. സന്ദീപ് അരവിന്ദ് നൗഫൽ. സമ്മ തിയോളജി എന്ന പുസ്തകം തോമസ് അക്വിനാസിന്റേതാണ്. സിറ്റി ഓഫ് ഗോഡ് എന്നവർക്കാരുടേതാണ്? സെന്റ് അഗസ്റ്റിന്റേതാണ് കേട്ടോ. സെന്റ് അഗസ്റ്റിന്റേതാണ് ഇത് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. പീറ്റർ അബിലാഡിന്റെ വർക്കാണ് ഇത് ഡയലോഗ് എന്ന് പറയുന്നത്. പീറ്റർ അബിലാഡിന്റേതാണ് ഇത് ഡയലോഗ്. ഡയലോഗ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ ഡയലോഗ് ആണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ആ പീറ്റർ എന്നുള്ളത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പീറ്റർ അബിലാഡ് എന്നുള്ളത് ഡയലോഗ് റിപ്പീറ്റ് എന്നുള്ളത് എന്ത് ചെയ്യാം? അവിടെ ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. പിന്നെയോ റോജർ ബേക്കൺ എന്താ? റോജർ ബേക്കൺ നമുക്ക് ചോദിക്കാറുള്ള എന്താ? റോജർ ബേക്കൺ എവിടെയെങ്കിലും ഉണ്ടോ? റോജർ ബേക്കൺ കേട്ടില്ല. മാഗ്നിഫൈങ് ഗ്ലാസ്, മാഗ്നിഫൈങ് ഗ്ലാസ് കണ്ടെത്തിയത് ആര് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? മെഷീൻ വെഹിക്കിളിന്റെ ഏതാണ് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് ഏതാണ്? മാഗ്നിഫൈങ് ഗ്ലാസ് കണ്ടെത്തിയത് ആര് എന്നുള്ളതിന് നമ്മൾ അവിടെ ഏത് പഠിക്കുന്നുണ്ട്? ഒരു റോജർ ബേക്കൺ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സെപ്പറേറ്റ് അവിടെ പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ വേണ്ട,
ഇവിടെ നമുക്ക് യന്ത്രങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൽ നമുക്ക് അവിടെ വേണ്ട കേട്ടോ. കാരണം അവിടെ ഒരു വെറുതെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജിയോവാനി സെറാറി ആരാ? ജിയോവാനി സെറാറി മുമ്പ് പറഞ്ഞാണ്. ജിയോവാനി സെറാറി ഇറ്റാലിയൻ സഞ്ചാരി എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ജിയോവാനി സെറാറി, നമ്മൾ ഫെറാറി എന്നാണ് അവിടെ പഠിച്ചത് അല്ലെ? ഫെറാറി എന്നാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ആ നോർമലി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോളോ കാറാണ്, ഫെറാറി കാറാണ്, ഒക്കെ ഇറ്റാലിയൻ സഞ്ചാരിമാരാണ് അല്ലെ? പോളോ നമ്മൾ കാണാറില്ലേ? ഫെറാറി എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാറുണ്ട്? മാർക്കോ പോളോ, അതാണ് പോളോ കേട്ടോ. മാർക്കോ പോളോ, സെറാറി, ഇതൊക്കെ എന്താണ്? ഇറ്റാലിയൻ സഞ്ചാരിമാരാണ്. നിക്കോളോ കോണ്ടി. അപ്പൊ സിറ്റി ഓഫ് ഗോഡ് സെന്റ് അഗസ്റ്റിന്റേതാണ്. സമ്മ തിയോളജി അത് മറക്കെടുത്തിട്ടോ, അതവിടെ തന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, മറക്കല്ലേ. സമ്മ തിയോളജി ആരുടേതാണ്? അക്വിനാസ് കേട്ടോ. ഈ സമ്മ എന്നുള്ളത് എവിടെ ഉണ്ടാവും? ഉത്തരത്തിലുണ്ടാവും. ആ തോമസ് എന്നുള്ളതിൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സമ എന്നുള്ളത് ചെയ്യാൻ പറ്റും. ഈ തായും കൂടെ ചേർത്താൽ കറക്റ്റ് ആയി. സമ്മ തിയോളജി എന്നുള്ളത് അവിടെ കറക്റ്റ് ആയി. അയാളുടെ പേരിൽ തന്നെ ഉണ്ട്. മനസ്സിലായോ? ആ തോമസ് എന്നുള്ളതിൽ തന്നെ ഏതുണ്ട് ശരിക്കും? ആ സമ്മ തിയോളജി അതിൽ തന്നെ ഉണ്ട്. അവിടെ അത് ഓർക്കണമേ ഉള്ളൂ. സമ്മ തിയോളജി ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്. തിരിച്ചു വായിച്ചാൽ മതി ഇങ്ങോട്ടേക്ക്. അപ്പൊ ആ തോമസ് എന്നുള്ളതിൽ തന്നെ ഉണ്ട് കേട്ടോ. തോമസ് അക്വിനാസിന്റേതാണ് ഏത്? സമ്മ തിയോളജി എന്ന് പറയുന്നത്. സിറ്റി ഓഫ് ഗോഡ് എന്നുള്ളതും ഏതിൽ തന്നെ ഉണ്ട്? ആ സിറ്റി എന്നുള്ളതും ഇവിടെ സെന്റ് എന്നുള്ളതും പിന്നെ അവിടെ ഗോഡ് എന്നുള്ളതാണ് അല്ലെ? അതും ആ ഒരു ടോൺ എന്ത് ചെയ്യുന്നത്? ആ സെന്റ് അഗസ്റ്റിൻ എന്നുള്ളതിൽ തന്നെ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആ രണ്ട് വേർഡും അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പീറ്റർ അബിലാഡ് ഡയലോഗ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. റോജർ ബേക്കൺ മാഗ്നിഫൈ ഗ്ലാസ്, അവിടെയും വേണമെങ്കിൽ ബ്രോക്കൺ ഗ്ലാസ് എന്നുള്ളത് അവിടെയും ചേർത്ത് വായിക്കാം കേട്ടോ. ബ്രോക്കൺ ഗ്ലാസ് എന്നുള്ളത് അവിടെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചേർത്ത് വായിക്കാം. അപ്പൊ അത്രയും മതി. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോലി ഏത്? മമാലിക്, വസീർ, മുക്തി, മുഖദ്ദം. പ്രധാണെങ്കിൽ മമാലിക് ധനകാര്യം, വസീർ നീതിന്യായം, മുക്തി പർഗാന, മുഖദ്ദം ഗ്രാമം. ഇതൊക്കെ അതിന്റെ മാക്സിമം ആണ് കേട്ടോ. ഇതൊക്കെ അതിന്റെ മാക്സിമം ആണ്. അതായത് ഡിയിലേക്ക് പോകുന്നതിന്റെ മാക്സിമം ആണ് ഇത്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇതൊന്നും നോർമലി എന്ത് ചെയ്യാറില്ല, നോർമലി നമുക്ക് കയറി ചോദിക്കാറില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. സന്ദീപ്, അഷ്കർ, നീതു. ഇവിടെ മമാലിക് എന്ന് പറയുന്നത് ഏത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാ? മമാലിക് എന്ന് പറയുന്നത് നീതിന്യായം കൈകാര്യം ചെയ്യുന്നതാണ്. വസീർ എന്ന് പറയുന്നത് ധനം കൈകാര്യം ചെയ്യുന്നതാണ്. വസീർ എന്ന് പറയുന്നത് ധനം കൈകാര്യം ചെയ്യുന്നതാണ്. മുക്തി എന്ന് പറയുന്നത് ആരാണ്? മുക്തി എന്ന് പറയുന്നത് മുക്തി ഇക്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? പ്രവിശ്യകൾ കൈകാര്യം ചെയ്യുന്നതാണ് ആര്? മുക്തി എന്ന് പറയുന്നത്. മുഖദ്ദം ഗ്രാമം കേട്ടോ. മുഖദ്ദം ഗ്രാമം. ഈ സാധനം ഇങ്ങനെ ചോദിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, ഇത് ചോദിക്കൂല. അപ്പൊ ഇത് കണ്ടിട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട. ഈ ലെവല് മമാലിക്, വസീർ, മുക്തി, മുഖദ്ദം എന്നൊന്നും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ഡൗൺ ആവാൻ നിൽക്കണ്ട. എന്താണെന്നറിയോ? ഈ ചോദ്യം നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്നാണ് കാണുന്നതെങ്കിലോ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷാ ഹാളിൽ നിന്നാണ് കാണുന്നതെങ്കിലോ അതോടുകൂടെ തീരും. ഇതിപ്പോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇതിപ്പോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അഥവാ ഇനി പറയുന്ന നീതി വസീർ എന്ന് പറയുന്നത് ചെയ്യുന്നത് മുക്തി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗം. റെഡിയല്ലോ? ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചത് നോക്കണ്ട. ഇതൊന്നും ആരും അങ്ങനെ പഠിക്കൂല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് അത്രയും ഡീപ്പായിട്ട് കയറി പഠിക്കുന്നവർ മാത്രമേ ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുള്ളൂ, നോക്കുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കണ്ട സമയത്ത് ഇതിലത്തെ ഒരു രണ്ടെണ്ണെങ്കിലും ഇനി വരുമ്പോ എനിക്ക് കിട്ടും എന്നുള്ളൊരു തോന്നൽ വന്നോ? ഈ വില്ലേജിന്റെ മലയാളം എന്താ? മുഖദ്ദം വില്ലേജ് അല്ലേ?
ഇവിടെ ആൻസർ ഇതല്ലേ, മുഖദ്ദം ഗ്രാം എന്ന് പറയുന്നത്. മുക്തി, ഇക്ത മുക്തി സമ്പ്രദായം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോർമലി പറഞ്ഞിട്ടുണ്ട്. പ്രവിശ്യകളിൽ, അതായത് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യും, മുക്തി പ്രവിശ്യാഭരണം കൈകാര്യം ചെയ്യുന്ന ആളാണ് മുക്തി കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ കാണാപ്പാടം എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ഇവിടെ നമുക്ക് ഇക്ത മുക്തി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ നോർമലി ഓർക്കുന്നുണ്ട് കേട്ടോ. ഇനി പിന്നെയോ, ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കാൻ നിൽക്കണ്ട. ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ മാറും, ഫർഗാനയിലും അമീലൊക്കെയാണ്. ഫർഗാനയിൽ അമീലൊക്കെയാണ്. മമാലിക് എന്ത് ചെയ്യുന്നുണ്ട്, ആർമിയിൽ സെപ്പറേറ്റ് വരുന്നുണ്ട്. മമാലിക് എന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അരിസി മമാലിക് സെപ്പറേറ്റ് ആണ്. സൈന്യത്തിൽ വരുമ്പോൾ അത് വേറെ മമാലിക്കാണ്. മമാലിക് എന്ന് പറയുന്നത് ഒരു കോമൺ ഉദ്യോഗസ്ഥനാണ്, സുൽത്താനേറ്റും. അതേപോലെ തന്നെ ഇപ്പുറത്ത് മുഗൾ ഭരണവും വരുമ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട. പക്ഷെ ഈ ഒരു ലെവലിൽ ചോദ്യം വരാം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം, വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മാക്സിമം ടൈറ്റ് ആക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഇതൊക്കെ എടുത്തിടാനേ പറ്റുള്ളൂ. ഇതൊക്കെ എടുത്തിടാൻ എന്ത് ചെയ്യുള്ളൂ, പറ്റുള്ളൂ കേട്ടോ. ഫർഗാനയാണെങ്കിൽ അമീലാണ്, ഫർഗാനയാണെങ്കിൽ അമീലാണ് അവിടെ. ഇതിപ്പോ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതോടെ BSc നിർത്തും. ഇനി ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ നിർത്തിയാലോ, ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇനിയുള്ള പഠനത്തെയാണ് എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. മനസ്സിലായോ? പരീക്ഷാ ഹാളിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം കാണുന്നെങ്കിൽ അവിടെ നിങ്ങൾ തീരും, നിങ്ങൾ തളരും, ആകെ തളരും. കാരണം ഇമാതിരി ചോദ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവിടെ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല എന്നുള്ളത്. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആൾറെഡി കണ്ടതാണ്. ഈ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല ഇപ്പോ കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. രാജതരംഗിണി കൽഹണൻ, രാജതരംഗിണി കൽഹണൻ, പത്മാവതി ബിൽഹണൻ, മാലിക് മുഹമ്മദ് ജയാസി, തുളസീദാസ്, സൂർദാസ്. ഇത് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടേ ചെറിയൊരു സമാധാനമുണ്ട്. ഈ ഒരു ഇതിന്റെ പോള് പ്രതീക്ഷയുണ്ട്. 70 ഒറ്റടിക്ക് അത്രയിലൊന്നും കയറൂല കേട്ടോ. നമ്മൾ ഇതുവരെ ഇങ്ങനെ 50 40 കടന്ന് കളിച്ചല്ലേ, അപ്പൊ പെട്ടെന്നൊന്നും ചെയ്യൂല, 70 80 എത്തൂല. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര തവണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടതാണ്, എത്ര തവണ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. പക്ഷെ കുറെ പുതിയ ആളുകളുണ്ട്. പത്മാവത് എന്ന പുസ്തകം ആരുടേതാണ്? മാലിക് മുഹമ്മദ് ജയാസിയുടെ പുസ്തകമാണ്. നമ്മൾ ഈ പത്മാവത് സിനിമ ഇറങ്ങിയപ്പോഴൊക്കെ ഈ മാലിക് മുഹമ്മദ് ജയാസി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു സമയത്ത് കുറെ ചർച്ചയായിരുന്നു. ആ പുസ്തകമാണ് എന്ത് ചെയ്യുന്നത്, പുസ്തകത്തിലെ ചരിത്രമാണ് പിന്നീട് സിനിമയാക്കപ്പെടുന്നത്. അപ്പൊ പത്മാവത് എന്ന് പറയുന്നത് മാലിക് മുഹമ്മദ് ജയാസിയുടെ പുസ്തകമാണ്. കൽഹണന്റേതാണ് രാജതരംഗിണി. ബിൽഹണന്റേതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. കൽഹണനും ബിൽഹണനും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്രമാംഗ ദേവചരിതൻ കേട്ടോ, വിക്രമാംഗ ദേവചരിതം. അത് നിങ്ങൾ വിൽഹണൻ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. വിൽഹണൻ എന്ന് പഠിക്കുന്ന വിക്രമാംഗ ദേവചരിതൻ, വിൽഹണൻ എന്ന് പഠിക്കുക അവിടെ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, വിയിൽ തുടങ്ങുന്നത് എന്നുള്ള ലെവലിൽ അവിടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. വിക്രമാംഗ ദേവചരിതം എന്നുള്ളത് അവിടെ ഓർക്കാം. തുളസീദാസിന്റേതാ തുളസീദാസിന്റേത് രാമചരിതമാനസം. യെസ്, രാമചരിതമാനസം. സൂർദാസ് കേട്ടിട്ടില്ല. സൂർസാഗർ ഉണ്ട്. സൂർസാഗറിനെക്കാളും അതിന്റെ ഒരു വർക്കായിട്ട് നമുക്ക് വേറെ പഠിക്കാനുള്ളത് സാഹിത്യലഹരി കേട്ടോ. സാഹിത്യലഹരി. സൂർസാഗർ എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൂർദാസിന്റേതാണെന്ന് കിട്ടും. അത് ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കിട്ടും. സാഹിത്യലഹരി അവിടെ ഓർത്തിരിക്കണം. ആരുടേതാണ്? സൂർദാസിന്റേതാണ് കേട്ടോ. സാഹിത്യലഹരി സൂർദാസിന്റേതാണ് എന്നോർത്തിരിക്കാം. അപ്പൊ ബിൽഹണന്റെ വിക്രമാംഗ ദേവചരിതം, കൽഹണന്റെ രാജതരംഗിണി, പത്മാവത് മാലിക് മുഹമ്മദ് ജയാസി, തുളസീദാസ് രാമചരിതമാനസം, സൂർദാസ് സാഹിത്യ ലഹരി കേട്ടോ. അടുത്ത ചോദ്യം, മൊയ്രിക്കോട്, കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരാണ് ഇത്. മൊയ്രിക്കോട്. രാജതരംഗിണി എത്രയായിട്ട് നമ്മൾ പറയുന്നത്, രാജതരംഗിണിയൊക്കെ കശ്മീരിന്റെ ചരിത്രം പറയുന്ന കൽഹണന്റെ പുസ്തകം, അതല്ലേ ചോദ്യം, തന്നിരിക്കുന്ന ചോദ്യം അതല്ലേ. രാജതരംഗിണി നമുക്ക് തന്നു, കൽഹണന്റേതാണ് നമുക്ക് അവിടെ തന്നു കേട്ടോ. നെക്സ്റ്റ്,
മുയിരിക്കോട് കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരാണ് വേണാട് ഡാഷ്. കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, കൊല്ലം. ഇവിടെ കാണാം നിങ്ങൾ എന്തെങ്കിലും ഒരു പോൾ തരുന്നുണ്ടെങ്കിൽ. ദൈവമേ, പോയി, എല്ലാം പോയി. നിങ്ങളൊന്നും തരാൻ വിചാരിച്ചിട്ടില്ല. ഇത് മാലിക് മുഹമ്മദ് ജയാസിനേക്കാളും കഷ്ടമാണല്ലോ. എന്നാ ഞാൻ വിചാരിച്ചെന്നാ ഇത് വളരെ എളുപ്പമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. എവിടെ ഇപ്പൊ ഏതിട്ടാലും കണക്കാണെന്ന് പറഞ്ഞ പോലെ. സന്ദീപ്, ഇജാസ് മുഹമ്മദ്, വീണ. ഓക്കെ, വേണാട് ഏതിന്റെയാ? കൊല്ലം. കൊല്ലത്തിന്റെ പഴയ പേരാണ് ഇത്, വേണാട് കേട്ടോ. മറ്റേ ഞാൻ തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തിരുത്തി എന്നല്ല, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നതാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? തിരുവിതാംകൂർ ആണ് കേട്ടോ. തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ ആണ് എന്നുള്ളത് നമ്മൾ ആൾറെഡി എന്ത് ചെയ്താ, ആൾറെഡി പറഞ്ഞാണ്. ഞാൻ ഈ ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ. SCERT ടെക്സ്റ്റ് ബുക്കിലാണ് അത് തെറ്റായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതേ സാധനം കോപ്പി ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ ഇട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ വേണാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നീട് എക്സാം ഇട്ട സമയത്ത് തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ ആണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ്? മുയിരിക്കോട്. മുയിരിക്കോട് ഏതിന്റെ പഴയ പേരാ? ഈ കൊടുങ്ങല്ലൂരിന് പകരം എന്തൊക്കെ കൊടുക്കാം? മഹോദയപുരം, മുസിരീസ്, വഞ്ചി എല്ലാം ഒന്നാണ് കേട്ടോ. മഹോദയപുരം, മുസിരീസ്, വഞ്ചി എന്നൊക്കെ കൊടുത്താൽ ഏതന്നെയാ? കൊടുങ്ങല്ലൂര് തന്നെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം കേട്ടോ. മുസിരീസ്, മുച്ചിറി, മുച്ചിറി പട്ടണം എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തെരഞ്ഞെടുപ്പിലെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? രാഷ്ട്രപതി 35, രാജ്യസഭ 25, ലോക്സഭ 25, നഗരസഭകൾ 21. പ്രതീക്ഷയുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്. അവിടെ ആൻസർ കമന്റ് ചെയ്യരുത് കേട്ടോ. സമാധാനം. ആദ്യമായിട്ടാണ് വരുന്നത് 85 കാണുന്നത് തുടക്കത്തിൽ. പക്ഷെ സമയം കൊടുത്താൽ നിങ്ങൾ 50 എത്തിക്കും, അതുണ്ടാവുക. തെറ്റായ ജോഡിയാണ് പറഞ്ഞേക്കുന്നത്. 15 സെക്കൻഡ് ആയത് നല്ല കാലം. 1 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോൾ സീറോയിലൊക്കെ എത്തിക്കും ചിലപ്പോ. സന്ദീപ്, ഇജാസ് അഹമ്മദ്, അർച്ചന. ഇവിടെ ഏതാണ്? രാജ്യസഭ. രാജ്യസഭയിലേക്ക് മിനിമം പ്രായം എത്രയാ? 30 ആണ് അല്ലെ? രാജ്യസഭയിലേക്ക് 30 ആണ്. ബാക്കിയൊക്കെ അവിടെ കറക്റ്റാ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35. രാജ്യസഭയാണെങ്കിൽ 30, ലോക്സഭയാണെങ്കിൽ 25, നഗരസഭയാണെങ്കിൽ 21 കേട്ടോ. നഗരസഭയാണെങ്കിൽ 21. അപ്പൊ അത്ര എന്ത് ചെയ്യാം, അത്ര അവിടെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ചേരുമ്പടി ചേർക്കുക. ലോക റേഡിയോ ദിനം, ലോക വൃദ്ധ ദിനം, ലോക മലേറിയ ദിനം, ലോക പുസ്തക ദിനം. ഇപ്പുറത്ത് ഏപ്രിൽ 25, ഏപ്രിൽ 23, ഒക്ടോബർ 1, ഫെബ്രുവരി 13. സമയം എടുത്തോ, കുഴപ്പമില്ല കേട്ടോ. ഇതേ പോണം. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇതൊക്കെ വളരെ എളുപ്പമല്ലേ? ഇതൊക്കെ ആൾറെഡി എന്ത് ചെയ്തതാ, ആൾറെഡി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് എന്താണ് ഈ 60ലേക്ക്? അർച്ചന, ഇജാസ്, ഫൈഹ. ഓക്കെ, ലോക റേഡിയോ ദിനം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, FM എന്നുള്ളത് അല്ലെ. നിങ്ങൾ FM മാത്രം ഓർത്തിരുന്നാൽ മതി. അവിടെ എന്താ? ഫെബ്രുവരി. M എന്നുള്ളത് 13ാമത്തെ ലെറ്റർ ആണ്. ഇത് മാത്രമാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അവിടെ ഓർത്തിരിക്കാനുള്ളത്. പിന്നെയോ ലോക വൃദ്ധ ദിനം. ലോക വൃദ്ധ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 1. ലോക മലേറിയ ദിനം, അത് പിന്നെ മിക്കവാറും പേര് കാണാതെ പഠിക്കൊന്നുമില്ല, ഏപ്രിൽ 25. പിന്നെയോ
ലോക പുസ്തക ദിനം ഏപ്രിൽ 23. അവിടെ 2 എണ്ണം കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ഉത്തരം കിട്ടും അല്ലെ? 2 എണ്ണം കിട്ടിയാൽ തന്നെ ഉത്തരം കിട്ടും. പിന്നെ ആകെ അറിയാത്തത് ഏതേ ഉള്ളൂ? അറിയാത്തത് ലോക മലേറിയ ദിനമാണ്. അത് 4ൽ 3 ഓപ്ഷനിലും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ട്. 4ൽ 3 ഓപ്ഷനിലും മലേറിയ ദിനം എന്ത് തന്നിട്ടുണ്ട്? സിക്ക് 1 തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ അത് കിട്ടുമല്ലോ. ലോക വൃദ്ധ ദിനം ഒക്ടോബർ 1, ലോക മലേറിയ ദിനം ഏപ്രിൽ 25, ലോക പുസ്തക ദിനം ഏപ്രിൽ 23. അപ്പൊ ആ 4 ഡേറ്റും എന്ത് ചെയ്യണം? അവിടെ ഓർമ്മ വേണം കേട്ടോ. 13 ചേരുംപടി ചേർക്കുക. 66.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖ, 90 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖ, 66 ഡിഗ്രി സൗത്ത് അക്ഷാംശ രേഖ, 90 ഡിഗ്രി സൗത്ത് അക്ഷാംശ രേഖ. അന്റാർട്ടിക് വൃത്തം, ആർട്ടിക് വൃത്തം, ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവം. ഇതേ പോയി. ഫസ്റ്റ് തുടങ്ങിയപ്പോ 50 പോലും വന്നില്ല. കേറി വരുമോ? ഇത് എളുപ്പമല്ലേ? ഇതിങ്ങനെ കാണുമ്പോ ഒക്കെ അക്ഷാംശ രേഖ എന്ന് കാണുമ്പോൾ എന്തൊക്കെയോ തോന്നും, പക്ഷെ വളരെ എളുപ്പമല്ലേ ഇത്? അവിടെ 2 മാത്രം നോക്കിയാൽ മതി. 2 കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ആ 2 90കൾ നോക്കിയാൽ പോരെ? 2 90കൾ മാത്രം നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് കിട്ടും. അവിടെ അർച്ചന, ഇജാസ്, ധന്യ. അവിടെ എന്തേ ഉള്ളൂ? നമുക്ക് നോർമലി ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ഉത്തര ധ്രുവം, ഇവിടെ 90 ഡിഗ്രി ദക്ഷിണ ധ്രുവം, അത് മാത്രം കിട്ടിയാൽ പോരെ? അതന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 90 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖ, അത് ഉത്തര ധ്രുവം. ബിക്ക് 4 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ബി അല്ലേ? ഇനി 90 ഡിഗ്രി സൗത്ത് അക്ഷാംശ രേഖ, അത് ദക്ഷിണ ധ്രുവം. ഡിക്ക് 3 ആയി. പിന്നെയോ 66 ഡിഗ്രി നോർത്ത് എന്ന് പറയുമ്പോൾ ആർട്ടിക് ആണ്, 66 ഡിഗ്രി സൗത്ത് എന്ന് പറയുമ്പോൾ അത് അന്റാർട്ടിക് ആണ്. അത്രയല്ലേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തോന്നും ഇത് ഭയങ്കര കുഴയ്ക്കുന്ന ചോദ്യമാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ നോർമലായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണ്? നോർമലായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം അവിടെ ഓർക്കുക. 14 താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡിയേത്? നേർത്ത തൂവൽ കെട്ട് പോലെ കാണപ്പെടുന്നത് സിറസ്, താഴ്ന്ന വിധാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങൾ നിംബസ്, താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന കനത്ത പാളികൾ സ്ട്രാറ്റസ്, ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി തൂവൽ കെട്ടുകൾ പോലെയുള്ളവ ക്യുമുലോ നിംബസ്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആകെ അറിയുന്ന 4 മേഖലയേ ഉള്ളൂ. അതിലില്ലാത്തത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന ആകെ 4 ഉള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്. സിറസിനെ കുറിച്ചോ നിംബസിനെ കുറിച്ചോ സ്ട്രാറ്റസിനെ കുറിച്ചോ ക്യുമുലോ നിംബസിനെ കുറിച്ചോ എന്താന്ന് ആലോചിക്കാൻ നിന്നാ പണി കിട്ടും കേട്ടോ. അവിടെ കടന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമല്ല. 51 അർച്ചന, ഇജാസ്, ഫൈഹ, ജിൻഷ, ധന്യ, വിദ്യ, സന്ദീപ്, അനീറ്റ, ആനന്ദ്, രാധിക. ആദ്യത്തെ 10 പേര്. ഇവിടെ എന്തേ ഉള്ളൂ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഇവിടെ സിറസ് തന്നിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണ്. നിംബസ് തന്നിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണ്. സ്ട്രാറ്റസ് തന്നിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണ്. തരേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ? ക്യൂമുലസ് മാത്രമേ ഉള്ളൂ. ക്യൂമുലസിന് പകരം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യുമുലോ നിംബസ് എന്നാണ് തന്നിരിക്കുന്നത്. അത് ഏതാ ഉത്തരം? അത് ക്യൂമുലസ് ആണ്. മനസ്സിലായോ? ഇവിടെ തന്നിരിക്കുന്ന 3 എണ്ണവും ഇനി തരേണ്ടിയിരുന്ന 1 ക്യൂമുലസ് ആണ്. ആ തരേണ്ടിയിരുന്ന 1 ക്യൂമുലസിന് പകരം എന്ത് തന്നു? ക്യുമുലോ നിംബസ് എന്ന് തന്നു. ആ ഒരു കോമൺ സെൻസിൽ മാത്രമേ നമ്മൾ ചിന്തിക്കണ്ടൂ. അല്ലാതെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് തൂവൽ കെട്ടുകൾ പോലെ, അത് കറക്റ്റ് ആണ്. സിറസ് തന്നെയാണ് തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത്. താഴ്ന്ന വിധാനങ്ങളിൽ എന്ന് പറയുമ്പോൾ മഴമേഘങ്ങളാണ്, അത് നിംബസ് ആണ്. താഴ്ന്ന വിധാനങ്ങളിൽ പാളികളാണെങ്കിൽ ആ പാളികളായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ് തന്നെയാണ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് തൂവൽ കെട്ടുകൾ പോലെയുള്ളവ എന്ന് പറയുമ്പോൾ അതിപ്പോ ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക കുറെ പേര്. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഇവിടെ തരാത്ത ഒന്നെന്ന് പറയുന്നത് ക്യുമുലസ് ആണ്, ക്യുമുലോ നിംബസ് ആണ് തന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ക്യുമുലോ നിംബസ് വേറെ ഉണ്ട്. അതെവിടെയാ? ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് കാരണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മാത്രമാണ് ഇത് ക്യുമുലോ നിംബസ് കേട്ടോ. അത് 2 എണ്ണങ്ങൾ കൂടി ചേർന്ന് വരുന്നല്ലേ. ഇവിടെ നമ്മൾ ബേസിക് അവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ? അവിടെ ആകെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇന്ന് ക്ലാസ് വേറെ ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ അത്രയും മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോ
ഓഗസ്റ്റ് മാസം ആരംഭിച്ചു. അൺഅക്കാഡമി പ്ലസിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു. പുതിയ LDC കോഴ്സ്, പുതിയ LGS കോഴ്സ്, പുതിയ ഡിഗ്രി ലെവൽ കോഴ്സ്, LPUP കോഴ്സ് ഓഗസ്റ്റ് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ 5 എഡ്യൂക്കേറ്റേഴ്സ് ചേർന്ന് ഞാൻ എടുക്കുന്ന സൈക്കോളജി, SCRT ആണ് ബോബിരാജ്, കറണ്ട് അഫേഴ്സ് GK, ജാഫർ സാദിഖ് ഇംഗ്ലീഷ്, ഇസ്മായിൽ ഗാരഡി മാത്സ്, CG ബിജു ജനറൽ സയൻസ്. ഇങ്ങനെയുള്ള ഈ 120 ദിവസത്തെ കോഴ്സ് എന്ത് ചെയ്യുന്നു? ഓഗസ്റ്റ് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒപ്പം ഇൻഡിവിജ്വൽ കോഴ്സ് ആയിട്ട് ഞാൻ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒപ്പം ആൾറെഡി ഫയർമാന്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ SI ബാച്ചിന്റെ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. LPUP നിലവിലൊരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കോഴ്സുകളിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് മൻസൂർ ലൈവ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം. 10% ഡിസ്കൗണ്ട് അവിടെയും, ഒപ്പം 9% നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള രീതി, പ്ലസ് എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ വീഡിയോ അവിടെ തന്നെ മാറ്റിയിടാം കേട്ടോ. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരോടും ബൈ. ഓക്കെ.